ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇതങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണീച്ചു. രാവിലെ എന്ന് പറയാൻ പറ്റില്ല, 9 മണിയാകാനായി. ഷുട്ടുവിനെ അമ്മ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവളൊന്ന് ഫ്രഷപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇനിയിപ്പം ഫ്രഷ് ആക്കാൻ വേണ്ടി പോകാൻ നോക്കുവാന്ന്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഒരു നോർമൽ ദിവസമാണ്. പുറത്തേക്കൊന്ന് പോകണമെന്നുണ്ട്, പക്ഷേങ്കിൽ എങ്ങനെയാണ് സാഹചര്യം എന്നുള്ളത് അറിയില്ല. നല്ല മഴയാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ നോക്കട്ടെ, പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ത് പറ്റി ചുട്ടോ? എന്ത് പറ്റി ചുട്ടോ? പുതിയതാ? അങ്ങനെ ഇതാ കുറച്ച് സമയം പുറത്തെല്ലാം പോയി നിന്ന് പിന്നെ ഞാൻ നേരെ ചായ കുടിക്കാൻ നിന്നു. നല്ല അടിപൊളി ഇഡ്ഡലിയും ചട്നിയായിരുന്നു ഇന്ന് രാവിലെ തന്നെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ചുട്ടുവിനെ പതുക്കെ ഒന്ന് കഴിപ്പിക്കണം. പാട്ടാ? പാട്ട് കൊച്ചു കഴിഞ്ഞിട്ട് വെക്കാം. അങ്ങനെ ഇതാ ഞാൻ നേരെ പോയി ചുട്ടുവിന് ഫുഡ് കഴിക്കാൻ കൊടുത്തു. എന്താ പറയുക, സാധാരണ അവൾ കഴിക്കാറില്ല ഇഡ്ഡലി, പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, കുറച്ച് അത്ഭുതം എന്ന് പറയുന്ന പോലെ കുറച്ച് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആൾ രാവിലെ തന്നെ പാട്ടെന്നൊക്കെ പറഞ്ഞപ്പം ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്കും ഒരു പെൻസിലൊക്കെ എടുത്ത് കയ്യിലടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലത്തെ ചായേൻ്റെ പരിപാടിയും തിരക്കെല്ലാം കഴിഞ്ഞ് ചുട്ടു അമ്മൂൻ്റെ അടുത്തേക്ക് ഓടിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറും കറീൻ്റെയും പരിപാടിയെല്ലാം നോക്കണം. ഇന്ന് അമ്മ ചക്രക്കല്ല് പോയിരുന്നു രാവിലെ, അപ്പോൾ ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ. എന്തായാലും നോക്കാം. ആദ്യമൊക്കെ ഞാൻ മറന്നു പോവാണ്ട് മുടങ്ങാണ്ട് എല്ലാ സ്കിൻ കെയറും ഞാൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പിമ്പിൾസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ആക്നെപ്പോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പാടായിരുന്നു. ഞാൻ ഒരു വിധത്തിലാണ് അതൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ചെയ്യാൻ ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ ഓരോരോ പിമ്പിൾസായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് പൊങ്ങാറുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് പീരീഡ്സ് ആവാനുള്ള ടൈം ആയതുകൊണ്ട് വലിയതായിട്ടൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മഴ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഭയങ്കര മടി എന്ന് പറയുന്ന സംഭവം എന്നെ വല്ലാണ്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, എന്താ ചെയ്യുക. അപ്പോൾ അതിനെ ഞാൻ ബീറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയിൽ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല. ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരു 2 ദിവസം കൊണ്ടൊക്കെ നല്ല മാറ്റം വരും കേട്ടോ. പക്ഷെ ഞാൻ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ പിന്നെയും എല്ലാം പോവും. അതുപോലെ തന്നെയാണ് എൻ്റെ ഹെയറിൻ്റെ കാര്യം. ഇപ്പം നല്ലപോലെ പൊഴിയുന്നുണ്ട്. ഈ മഴ സീസൺ ആയപ്പോൾ കുറച്ചധികം, പിന്നെ മഴയായതുകൊണ്ട് തന്നെ എനിക്ക് സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അതിന് മാസ്കും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നില്ല. മീൻസ് നമ്മുടെ താളിയൊന്നും തേക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിലധികം നല്ല ഹെയർ ഫോളും വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ബാക്ക് ടു നോർമലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മൺസൂൺ സീസണൊക്കെ ഒന്ന് കഴിയണം, എന്നാൽ മാത്രമേ സെറ്റ് ആവുള്ളൂ. അങ്ങനെ ഇതാ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പിന്നെ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം അമ്മ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ബോൺലെസ് പീസ് എടുത്ത് മാറ്റി വെക്കുവാന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കണം എന്ന് ഞാൻ കുറേ ആയി വിചാരിക്കുന്നു. സോറി, ടർക്കിഷ് ചിക്കൻ അങ്ങനെയാണല്ലോ പറയുക. അപ്പോൾ അത് ഉണ്ടാക്കണം എന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങിയ സ്ഥിതിക്ക് എന്തായാലും വൈകുന്നേരം അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ പറയുക, വേറെ പരിപാടിയൊന്നും ഇല്ല എങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ട് ഇതാണെങ്കിൽ എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് ബോൺലെസ് പീസൊക്കെ മാറ്റി വെച്ച് കുറച്ച് എന്താ പറയുക മസാലയൊക്കെ പുരട്ടി നമ്മൾ ഫ്രിഡ്ജിൽ നേരത്തെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അമ്മയിലോട്ട് കരി ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാണ് നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ എത്ര പീസ് വേണം എന്നുള്ളൊരു ഡിസ്കഷനിലായിരുന്നു. അങ്ങനെ ഇതാ ടർക്കിഷ് ചിക്കന് വേണ്ട ചിക്കനും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മുടെ നോർമൽ മുളക് പൊടി ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട്. നമ്മുടെ ഇത്രയും ചിക്കന് വേണ്ടുന്ന നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള സംഭവം. പിന്നെ ഞാൻ ഇടുന്നത് നമ്മളെ മഞ്ഞൾപ്പൊടി. അങ്ങനെ നമ്മുടെ വളരെ നോർമലായിട്ടുള്ള മസാലാസ് മാത്രം. ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട്. 2 സ്പൂൺ ഫുള്ളില്ല, കുറച്ച്. ഇത് നമ്മൾ വറുത്ത് വെച്ച മല്ലിപ്പൊടി, അതാണ് ഇങ്ങനത്തെ ഒരു കറുത്ത കളർ.
ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അതുകൊണ്ട് ഇങ്ങനെ. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല, നമ്മുടെ മെയിൻ കുരുമുളക് പൊടി, ആ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വാടുന്ന സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് നല്ലോണം പിടിക്കും. അതുകൊണ്ട് എപ്പോഴും ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ട് മാത്രമേ, നിങ്ങൾ ആദ്യമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇനിയിപ്പോൾ കുക്കറിലാണ് ചിക്കൻ കറി വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ആദ്യം മാഗ്നേറ്റ് ചെയ്ത് വെക്കുക, പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അരിയാൻ പോയാൽ മതി. അപ്പോൾ പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഒന്ന് പിടിച്ചോളും. അതിനകത്ത് ആ ചിക്കൻ മസാലയും സംഭവങ്ങളും എല്ലാം ഇട്ടു. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മളിവിടെ എല്ലാം കൈ വെച്ചിട്ട് തന്നെയാണ് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാറുള്ളത്. അങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ടില്ല, വലിയ സ്പൂൺ വെച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ചിക്കൻ്റെ അകത്തേക്ക് നല്ലപോലെ പിടിക്കണമല്ലോ. പിന്നെ ഞാൻ പെരിഞ്ജീരകമാണ് ലാസ്റ്റ് ചേർത്തത്. പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലപോലെ കയ്യിൽ തിരുമ്പി അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പെരിഞ്ജീരകം ഇട്ട നമ്മൾ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ആക്കുന്നുണ്ട്. ലെഗ് പീസ് പിന്നെ നമ്മൾ ചുട്ടൂനും എനക്കും വേണ്ടിയിട്ടുള്ള തന്നെയാണ്. നമ്മളാണ് ഇവിടെ മെയിനായിട്ട് ലെഗ് പീസ് കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതൊക്കെ ഫുള്ളാക്കി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരെ നമ്മുടെ ടർക്കിഷ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ചേർക്കട്ടോ. ഇതൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ നോർമലായിട്ടൊരു ചെറിയൊരു ബേസിക് സംഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ കല്ലുപ്പ് പൊടിച്ചിട്ടാണ് നമ്മളെല്ലാ സംഭവത്തിനും യൂസ് ചെയ്യുന്നത്. പൊടിക്കാത്തയും വെക്കും, പൊടിച്ചിട്ടും വെക്കും. അപ്പോൾ കറിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പൊടിച്ചതാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് 1 സ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിൽ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. നമ്മുടെ ചിക്കൻ മസാല നല്ലപോലെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ഗരം മസാലയും അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടർക്കിഷ് ചിക്കനൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ്, നമ്മളെ കയ്യിലുള്ള കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുംജീരകം കണ്ടില്ലേ, അത് നല്ലപോലെ തിരുമ്മി അതിനകത്തിട്ടിട്ട് കുറച്ച് ഇതാക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കും. ഇപ്പം ഞാൻ സോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ഇടണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ ഞാനതങ്ങോട്ട് മറന്നുപോയി. അപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് ഓർമ്മ വന്ന സമയത്ത് വേഗം തന്നെ പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് അങ്ങനെ നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു. എന്താ പറയുക, നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനകത്ത് ഈ ടൊമാറ്റോ സോസ് ആഡ് ചെയ്താലല്ലോ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു ഫ്ലേവർ വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ആളാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഷുട്ടു അപ്പുറത്ത് കളിക്കാൻ പോയിട്ടാണല്ലേ. അപ്പം ഞാൻ അവളെ കൊണ്ടുവരുമ്പോഴേക്കും അവൾ കുറച്ച് എന്തെങ്കിലും കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് ആ ഒരു ഇഡ്ഡലി തിന്നതേ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ കുറച്ച് റാഗിയൊക്കെ കാച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ കുറച്ച് സ്പൈസസ്, ഏലക്കായി, ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ പെരിഞ്ജീരകം അതൊക്കെ ചേർത്തൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കും. ഇത് വളരെ ബേസിക്കായിട്ടുള്ള വളരെ നോർമലായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. വേറെ കാര്യമായിട്ട് ഒന്നുമില്ല. ഞാൻ നോർമലി പെരിഞ്ജീരകമൊന്നും ഇടാറില്ല, പക്ഷേ ഇന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മേൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. നോർമലി ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പെരിഞ്ജീരകം ഇട്ടാൽ കുറച്ച് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തൊന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അതും ഇടാറില്ല. സ്പൈസസും എപ്പോഴൊന്നും ഇടാറൊന്നുമില്ല, കാരണം ഗരം മസാല നമ്മൾ ഓൾറെഡി നമ്മൾ ലാസ്റ്റിൽ ഇടുകയും ചെയ്യും. പിന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്ന സമയത്തും ഇടുന്നതായതുകൊണ്ട് അങ്ങനെ എപ്പോഴൊന്നും ഇടാറില്ല. ഇതെല്ലാം റെഡിയായി ലാസ്റ്റ് ഞാൻ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറി ഭയങ്കര സിമ്പിൾ കേട്ടോ. നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാണ്ട് പെട്ടെന്നാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിക്കൻ എന്ന് മാത്രമല്ല, നമ്മൾ ഏതൊരു നോൺ വെജിൻ്റെ സംഭവമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ശരിക്കും നോൺ വെജിൻ്റെ കറി ഉണ്ടാകുമ്പോൾ നമുക്ക് വേറൊന്നിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു ചോറും ഒരു കറിയും വെച്ചാൽ ആഹാ അടിപൊളിയായിട്ട് റെഡിയാവും. അങ്ങനെ തക്കാളിയൊക്കെ എല്ലാം റെഡിയായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്തു. ഇങ്ങനെയല്ല, എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചിട്ട് കുറച്ച് എണ്ണയാക്കിയിട്ട് നിങ്ങൾക്ക് നോർമലി എന്താ പറയുക, ഒരു പാനിലോ ഒരു ഇതിലോ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിപ്പിച്ച് കഴിഞ്ഞാലും ചിക്കൻ കറി റെഡിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ അത് അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേറെ പണിയൊന്നുമില്ലല്ലോ, വഴറ്റാനൊന്നും നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. നോർമലി ആ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമ്മളെല്ലാ വെജീസും കൂടെ വെന്ത് നല്ല അടിപൊളി കറി കിട്ടും. അതും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇവിടെ ഇപ്പോഴും നല്ല മഴയാണ്. ചിക്കൻ കറി ഇവിടെ റെഡിയാകുന്നുണ്ട്. ഞാൻ കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചു. ഞാൻ കുറേ ദിവസമായി ഒരു
ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഉണ്ടാക്കണം വൈകുന്നേരം എന്ന് വിചാരിക്കുന്നുണ്ട്, പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈവനിങ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്നുണ്ട്. അവൾ പ്രഗ്നൻ്റ് ആണ്, അവളെ കാണാൻ പോകണമെന്നുണ്ട്. അതും നമ്മളെ മഴയും സാഹചര്യമൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോകില്ല, അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നല്ല മഴയുണ്ട്. അപ്പോൾ അങ്ങനെ ഷുട്ടുപ്പി ഉറങ്ങി. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് ഷൂട്ടും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവൾ എണീക്കുന്നിടക്ക് അതിലൊന്ന് തീർക്കട്ടെ. അതപ്പോൾ അതൊക്കെ സംസാരിക്കുന്നത്. അയ്യോ എൻ്റെ മുടിയൊക്കെ നോക്കി. നമ്മൾ ലോഞ്ചിങ് ഡേറ്റ് ആകുമ്പോഴേക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെക്കണം എനിക്ക്. അപ്പോൾ എന്തായാലും ഞാൻ പരിപാടിയൊക്കെ ചെയ്യട്ടെ. എൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കിനെ ഷൂട്ട് എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ചായ ടൈമായി. നോമ്പൊടിയും പഴമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ച് ഇനിയിപ്പം ഷുട്ടൂനെ കുളിപ്പിക്കേണ്ട പണിയുണ്ട്. ഇപ്പം ഞാൻ സാധാരണ ഓൾ ഉറങ്ങുമ്പോൾ ഉച്ചക്ക് ഉറങ്ങലുണ്ട്. പക്ഷേ ഇപ്പം ഓൾ ഉറങ്ങുമ്പോൾ മാത്രം ചെയ്തു തീർക്കാൻ പറ്റുന്ന പണി എനിക്കുള്ളത് കൊണ്ട് ഇപ്പം അങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല. അങ്ങനെ ഇത് ആളെ കുളിപ്പിച്ച് ഞാൻ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട്. കുറച്ച് സമയം ഞാൻ കുളിക്കുന്ന ടൈമിൽ, ഈ ഒരു ടൈമിലാണ് അവയ്ക്ക് ശരിക്കും സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം അവിടെ വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ കുളിക്കുമ്പോൾ ഒന്നിച്ച് തന്നെ വരും. ഇവിടെ 2-3 ദിവസമായിട്ട് വലിയൊരു പിമ്പിൾ വന്നിട്ടുണ്ട്. ഇനി ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പം ഷുട്ടൂനെ കുളിപ്പിച്ച് സെറ്റാക്കി ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അവൾ. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട്. എനിക്ക് കോപ്പിറൈറ്റ് കിട്ടാണ്ടെന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ആര്യൻ്റെ അടുത്ത് പോകാൻ പറ്റിയിട്ടില്ല. ഭയങ്കര മഴയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. രാവിലെ തൊട്ട് തുടങ്ങിയത്, ഒരു ലൈറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ മടിച്ചിട്ട് ഇന്ന് പോയില്ല. മേ ബി ഞാൻ നാളെ പോയിരിക്കും. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ടർക്കിഷ് ചിക്കൻ ആക്കേണ്ട, ചെറിയ ചിക്കനൊക്കെ രാവിലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഇതാ എൻ്റെയും കുളിയും പരിപാടിയും എല്ലാം കഴിഞ്ഞു. ഇന്ന് ഞാൻ ഹെഡ് വാഷും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2 ദിവസം മുന്നേ ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ നമ്മളെ ടർക്കിഷ് ചിക്കൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഷുട്ടു അമ്മേൻ്റെ കൂടെ അപ്പുറത്തേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ഞാൻ പറഞ്ഞു വിട്ടു. കാരണം ഓളുണ്ടെങ്കിൽ എൻ്റെ പരിപാടി ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ പതുക്കെ അമ്മനോട് അങ്ങോട്ടേക്ക് കൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മൂൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഇനിയിപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോഴേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ച എണ്ണ ഫിനിഷായിപ്പോയി. അപ്പോൾ ഞാൻ ക്യാനൊന്ന് എണ്ണയിലെടുത്ത് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മളെ പാന് ചൂടാവും. ഞാൻ കുറച്ച് മുന്നേ തന്നെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിതിൽ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം ഇത് എൻ്റെ വളരെ ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണമാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം ഫുള്ളായിട്ടൊരു വീഡിയോ ആയിട്ട്. അല്ലാണ്ട് ചെയ്യാൻ എനിക്ക് അത്ര വലിയൊരു ധൈര്യം പോരാ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ പാനൊക്കെ ചൂടായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ എല്ലാം ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഓൾറെഡി നേരത്തെ റെഡിയാക്കി മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആയതുകൊണ്ട് എല്ലാം നല്ല ഫ്ലേവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളെ എന്താ പറയുക, ചെറിയുള്ളിയൊക്കെ അരച്ചൊക്കെ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ആദ്യത്തെ ഒരു ബേസിക് സംഭവം എന്നുള്ള നിലയിൽ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നോർമലി നമ്മൾ മസാല മാത്രം ഇട്ടു. പിന്നെ ഞാൻ വൈറ്റ് സോസ് ആക്കുമ്പോൾ അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ ഇടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി വാട്ടിയിട്ട് അതിലാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയും ഉണ്ടാക്കാം, മറ്റേ ജാതി ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം, അതെല്ലാം നിങ്ങളിഷ്ടം. എന്തായാലും നമ്മൾ വൈറ്റ് സോസ് ഇടുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സീൻ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. അപ്പോൾ ഇതാ നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്തുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് റെഡിയായി വരുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാം ഒന്ന് മിക്സപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ബട്ടറും പിന്നെ എണ്ണയും കൂടി മിക്സാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ അതിൻ്റെ ആ ഒരു കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. ആൻഡ് അതിപ്പോൾ ഞാൻ തിരിച്ചിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു സൈഡ് കുക്കായി കിട്ടും. ബോൺലെസ് വേണമെന്നില്ല, നിങ്ങൾക്ക് എല്ലാം മിക്സ് ആക്കിയിട്ടുള്ളതും അതും എടുക്കാം. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ ബാക്കിയുള്ള പീസൊക്കെ കറി വെച്ചുകൊണ്ട് അതിനകത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം എടുത്ത് വെച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി ഞാൻ മാറ്റി നമുക്ക് നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിന് എന്തായാലും നിങ്ങൾക്ക് മസ്റ്റായിട്ടും ബട്ടർ തന്നെ വേണം, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബട്ടർ നല്ലപോലെ മെൽറ്റായി വന്നതിന് ശേഷം ഞാനൊരു
എന്താ പറയുക, ഒരു 2-3 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് ഇതുപോലെ കുഞ്ഞ് പീസസ് ആക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. വൈറ്റ് സോസ് ആക്കുമല്ലോ, എല്ലാം സെയിം, വൈറ്റ് സോസ് എല്ലാം സെയിം തന്നെയാണ്. ഇതിനകത്ത് ഇനി കുറച്ച് നമ്മൾ മൈദയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മെൽട്ടായി വരുമ്പോൾ പാലൊഴിച്ച് കൊടുക്കണം. അങ്ങനെയാണ് വൈറ്റ് സോസ് പൊതുവെ ഉണ്ടാക്കുന്നത്. ഞാൻ പാസ്ത ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഗാർലിക് ഇട്ടിട്ട് പിന്നെ ഡയറക്റ്റായിട്ട് പാലൊഴിക്കുക ചെയ്യാറ്. കാരണം ഞാൻ മോസ്റ്റ്ലി പാസ്ത ഉണ്ടാക്കുന്ന ഷുട്ടൂന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾക്ക് ഞാൻ ഇതുവരെ മൈദ ഇട്ടിട്ടുള്ള വൈറ്റ് സോസ് കൊടുത്തിട്ടില്ല. ഞാൻ ചീസ് നല്ലപോലെ ഇട്ടിട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കുക ചെയ്യാറുള്ളത്. നമ്മളെ ഗാർലിക്കിൻ്റെ ആ ഒരു നല്ല പച്ചമണം ഫുള്ളായിട്ട് മാറണം. ബ്രൗൺ ഷെയ്ഡ് ആവണമെന്നൊന്നുമില്ല, പക്ഷെ ആ ഒരു പച്ചമണം സ്മെല്ല് നല്ലപോലെ പോയി നല്ല ബട്ടറിൽ വെന്ത ആ ഒരു ഗാർലിക്കിൻ്റെ സ്മെല്ല് വരണം. അപ്പം അതൊരു കറക്റ്റ് ഭാഗമാണ്. ആൻഡ് ഞാനിവിടെ രണ്ട് സ്പൂൺ മാത്രമേ മൈദ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾക്ക് ചിക്കൻ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ ബട്ടറിൽ മിക്സാക്കി എടുക്കണം. തരിയൊന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുക്കണം ആക്ച്വലി. പക്ഷേങ്കിൽ എന്തായാലും കുറച്ച് കട്ട വരും. അത് നമ്മൾ പാലൊഴിക്കുമ്പോൾ ഒന്നും കൂടി സെറ്റാക്കി എടുത്താൽ മതി. ഡോണ്ട് വറി, ഇതൊക്കെ ഉണ്ടാവും. ആൻഡ് അതും നമ്മുടെ മൈദയുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ നമുക്കത് ശരിക്കും മനസ്സിലാവും. നമ്മൾ ഈ ലഡു ഒക്കെ മിക്സ് ഉണ്ടാക്കില്ലേ, അതുമാതിരത്തെ നല്ലൊരു മിക്സായിട്ട് വരും. ബട്ടറിൽ നല്ലപോലെ മിക്സായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറി ആ ഒരു ബട്ടറിൻ്റെ സ്മെല്ല് മേലേക്ക് നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കുറച്ചായിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അധികമൊന്നും ആദ്യമേ ഫുള്ളായിട്ട് ഒഴിക്കേണ്ട. കാരണം അത് അപ്പം തന്നെ കട്ട പിടിച്ച് ഈ കട്ടയൊന്നും അലിയാണ്ട് തന്നെ നിൽക്കും ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. ഇവിടെ ഓൾമോസ്റ്റ് ഇത് ഫുള്ള് സെറ്റാകാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു 1/2 പാക്കറ്റ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 പാക്കറ്റിന് മേലെ പാൽ. കാരണം ഇത് ഭയങ്കരമായിട്ട് തിക്കായിട്ട് വരുന്ന സാധനം. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മൊത്തം മെൽറ്റാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഇതാ നമ്മൾ വൈറ്റ് സോസ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ കുറുകണം. ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടിയും ഓർഗാനോവും കൂടെ ചേർത്ത് കൊടുക്കണം. ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇപ്പം ഇല്ല. ഞാൻ ഉപ്പ് നോട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഓർഗാനോ, നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെഡി. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഒന്ന് തിക്കായി വന്നോട്ടെ. ഞാനെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ചിക്കൻ അത്രയല്ലേ ഉള്ളൂ. സോ ഒന്ന് തിക്കായി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. അമ്മേ ഷുട്ടൂനെയും കൂട്ടിക്കോ. അങ്ങനെ ഇത് നമ്മൾ വൈറ്റ് സോസൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് നിങ്ങൾക്ക് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള മൊസറല്ല ചീസ് എടുത്തപ്പോഴാണ് മനസ്സിലായത് അത് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കയ്യിലുള്ള നമ്മുടെ ക്യൂബ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, സാധാരണ ചീസ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ അതിന് ഓൾറെഡി കുറച്ച് സോൾട്ടിയാണ്. അപ്പോൾ അതിലധികം ഉപ്പ് വരാത്ത രീതിയിൽ ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.
അപ്പം അങ്ങനെ ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നല്ലപോലെ ചീസ് മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഇതൊന്ന് നല്ലപോലെ ആ ചീസൊക്കെ മെൽട്ടാകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതാണ് മെയിൻ പരിപാടി. ഇത് ഗ്രേറ്റ് ചെയ്ത് ചീസ് ഇട്ട് കൊടുത്തിരുന്നത് കുറച്ചും കൂടി നല്ലതായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റ് ചീസ് ഉണ്ടല്ലോ, സ്ലൈസ് ചീസ് ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഞാൻ ബ്രെഡും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ചിച്ചിക്കുട്ടിയാണെന്ന് പറയട്ടെ. അയ്യേ ഇതാ ABCD എല്ലാം കളഞ്ഞ് ഷൂട്ട്. ബാഡ് ഗേളാണ്, ബാഡ് ഗേൾ. വേണ്ടടാ. നീ പോണിക്കാര തപ്പോ തപ്പോ തപ്പാണി, തപ്പോ തപ്പോ തപ്പാണി. അമ്മേ ഞാനിതാ കുറച്ച് സമയം ഷുട്ടുപ്പിനെയൊക്കെ നോക്കിയിരുന്നതിന് ശേഷം ബ്രെഡ് ഞാൻ ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിൽ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷം എന്ന് പറയാൻ ഇത്രയൊക്കെയായിരുന്നു. പിന്നെ അച്ഛൻ വന്നു, അച്ഛൻ ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ ചുട്ടു അമ്മ ഇതാ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്